ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞു. സാറ്റർഡേ എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അനീഷിനെയും അക്ബറിനെയും ഒരു ഗെയിമിലോട്ട് ഇറക്കുകയാണ്. ആ ഗെയിം വേറെ ഒന്നിനായിരുന്നില്ല, ഇവർക്ക് പണി ടാസ്കിലൂടെ കിട്ടിയിട്ടുള്ള പണികളുണ്ടല്ലോ. ഒരാൾക്ക് നോമിനേഷൻ പവർ ഇല്ല, മറ്റേ ആൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള അവകാശമില്ല. അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇവർക്ക് കൊടുത്തത്. ടാസ്ക് ഇങ്ങനെയായിരുന്നു: കുറച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കും. ആ ശബ്ദങ്ങൾ കേൾപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓർഡർ ചെയ്ത് വെക്കുക. ശബ്ദങ്ങൾ കണ്ടിന്യൂസ് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടൈം ഇത് ഓർഡർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ ടാസ്ക് കണ്ടപ്പോൾ ആദ്യം തന്നെ വിചാരിക്കണം അനീഷ് ജയിക്കുന്നത്. കാരണം അനീഷ് നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്. പക്ഷേ 4 എണ്ണം മാത്രം അക്ബറും 2 എണ്ണം മാത്രം അനീഷ് ശരിയാക്കിയുള്ളൂ. അങ്ങനെ അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിലോട്ടുള്ള മത്സരിക്കാനുള്ള അവസരം തുറന്നു കിട്ടി. അതിനുശേഷം നടന്നതൊരു PSC ക്വസ്റ്റ്യൻ, എന്താ പറയുക, PSC ക്വസ്റ്റ്യൻസ് പോലൊരു സംഭവമായിരുന്നു. കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ടാസ്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് പല ആൾക്കാരും അനീഷിനെ തീരെ വില കുറച്ച് കാണുന്നവരുണ്ട്, മണ്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അതിനൊരു പ്രതിവിധി, ആ ഒരു കാര്യത്തിന് ഒരു ചോദ്യമായിട്ട് ഡയറക്റ്റ് ചോദിക്കാതെ ഇട്ട് കൊടുത്തൊരു സാധനമാണിത്. കാരണം ആ ടാസ്കിനകത്ത് വിൻ ചെയ്തത് അനീഷാണ്. അനീഷ് കുസൃതി ചോദ്യങ്ങൾക്കല്ല വിൻ ചെയ്തത്, പകരം PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് വിൻ ചെയ്തത്. അവിടെ ഒരാൾക്ക് പോലും അതിനുള്ള ഉത്തരങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അനീഷിന് വീണ്ടും പവർ തിരിച്ചു കിട്ടുകയാണ്, നോമിനേഷൻ പവർ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാൾ ഷാനവാസാണ്. ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പിന്നെ ആ സമയത്ത് അനുവിനോട് കാണിച്ചൊരു നീതികേടായിട്ട് എനിക്ക് തോന്നി. കാരണം മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സിനിമ ചോദിച്ചപ്പോൾ ബാലൻ എന്ന് പറഞ്ഞു. ബാലൻ ശബ്ദചിത്രമാണ്, വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അതിനുശേഷം അനു പെട്ടെന്ന് ചാടിക്കൊരു ഉത്തരം പറഞ്ഞു വിഗതകുമാരൻ എന്ന്. അത് ചോദിക്കാതുള്ള ആൻസർ ആയതുകൊണ്ടിട്ട് ലാലേട്ടൻ നന്നായിട്ട് ഷൗട്ട് ചെയ്തു. അടുത്ത അവസരം ഇല്ലയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി. പക്ഷേ സെയിം ടൈം ജിസയിൽ എന്താ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത്? ജിസയിൽ വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ കൈപൊക്കി, ചോദ്യം കേൾക്കാതെ പോലും കൈപൊക്കിയിട്ട് എന്താ പറയുക, കൊഞ്ചിക്കുഴഞ്ഞി റോങ് ആയിട്ടുള്ള ഉത്തരമാണ്. പക്ഷേ എനിക്ക് സ്ക്രീൻ പേസ് വേണം, അവിടെ എന്താ പറയുക, കൊഞ്ചൽ കാണിക്കണം എന്നുള്ള ഇൻറ്റൻഷനിലൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അരോചകമായിട്ടാണ് എനിക്ക് ആ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. ശരിക്കും അരോചകം. എന്തോ അനുവിനെയും ജിസയിലും 2 തട്ടിലാണ് ലാലേട്ടൻ കാണുന്നതെന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവം അനീഷിനെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നൊരു സന്തോഷവും അവരാ പറയുമ്പോൾ ഉണ്ടാവണം അതിൻ്റെ എന്താ പറയുക, ആ ഒരു നിഷ്കളങ്കതയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അടുത്ത ടാസ്ക് സംഭവം എന്ന് വെച്ചാൽ, ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പുറത്തിറക്കി നിർത്തി. വന്ന ഗസ്റ്റ് വേറെ ആരുമല്ല, അവിടെ നിൽക്കുന്ന അത്രയും കണ്ടസ്റ്റൻ്റ് ഒപ്പം പിടിച്ചു നിൽക്കുന്ന നമ്മുടെ പ്ലാച്ചിയാണ് തിരിച്ചു വന്നത്. പ്ലാച്ചിയുടെ വരവ് എന്താ പറയുക, അനുവിനെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അനു ഓവറായിട്ട് എന്താ പറയുക ആക്ട് ചെയ്ത് കുളമാക്കിയിട്ടൊന്നുമില്ല. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് താങ്ക്സ് പോലും ഇല്ലേ, സന്തോഷം ഇല്ലേന്ന്. പക്ഷേ അത് ഒരു മിനിമലൈസ് ചെയ്തിട്ടാണ് അനു ആ ഒരു സംഭവത്തെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ചയിൽ 2 സംഭവങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഷാനവാസ് നവീൻ ഇഷ്യൂ, അതുപോലെ തന്നെ ആര്യൻ റന ഇഷ്യൂ. ഇത് 2 ചോദിച്ചില്ല. പകരം ആ ചീട്ട് കീറി എന്ന് പറയും. അതായത് ഇങ്ങനത്തെ കാർഡ് ഇനി ഇവിടെ എടുക്കില്ല എന്നുള്ളൊരു സിമ്പലും കാര്യവും ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഇത് പറഞ്ഞ് ഇവർക്ക് BB ടീമിന് സമർത്ഥിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞ് സമർത്ഥിക്കും? എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാനവാസിന് എന്താ പറയുക, ഉണ്ടായ അനുഭവം ഇതുവരെ ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അത് ഷാനവാസ് ലൈവിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BB ടീമിൽ നാണം കെടും, അല്ലെങ്കിൽ BB ടീമിൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഇവിടെ നവീൻ അവർക്ക് എങ്ങനെ വിചാരിച്ചാലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആളുടെ ശരീരത്തിൽ അയാൾക്ക് ഇഷ്ടമല്ലാതെ അയാളുടെ ബൗണ്ടറീസ് ലംഘിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം കീറിക്കളഞ്ഞത്. പിന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യമാണ്, ഇനി വരുന്ന ദിവസങ്ങൾ, ഈ വരുന്ന ആഴ്ച 2 ആഴ്ച ഭയങ്കര വലിയ തീച്ചൂളയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകണം. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കളിയാണ് വേണ്ടത്, എത്തിക്സ് ഉള്ള കളി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വരുന്ന ആഴ്ച നമ്മുടെ അംഗങ്ങളെ സംബന്ധിച്ച്, ടീം അംഗങ്ങളെ സംബന്ധിച്ച് നല്ല റിസ്ക് ഉള്ള ഡേ ആണ്. അതെന്തായാലും അവരൊക്കെ വിൻ ചെയ്യട്ടെ. പ്രത്യേകിച്ചൊന്നും എപ്പിസോഡിൽ ഉണ്ടായില്ല. പിന്നുള്ളത് സൺഡേ എപ്പിസോഡാണ്. അതും 15th
എന്താ പറയുക 50 ഡേ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക മെയിനായിട്ട്, പിന്നെ എലിമിനേഷനും. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനായിട്ടില്ല, കാരണം അത്ര പേര് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.